ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പാല് കറന്നു കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ എന്താ പരിപാടി എന്ന് കാണിച്ചു തരാം കേട്ടോ. പാല് കറന്നു കഴിഞ്ഞാൽ നമ്മൾ പശുക്കുട്ടിനെയും വെളിയിൽ കെട്ടിയിട്ടിട്ട് കഞ്ഞിവെള്ളം വെച്ച് കൊടുക്കും. നമ്മുടെ പശുവിനെയും വെളിയിൽ കെട്ടിയിട്ടിട്ട് കഞ്ഞിൻ്റെ വെള്ളം വെച്ച് കൊടുക്കുന്നില്ലേടി. എന്നിട്ട് നമ്മുടെ പരിപാടി എന്താ വെച്ചതാ, തൊഴുത്തിൻ്റെ അവസ്ഥ അപ്പോൾ ഇങ്ങനെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യലാണ് നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. നമുക്കത് ക്ലീൻ ചെയ്യാം. അപ്പോൾ വേണ്ട, നമ്മുടെ തൊഴുത്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങണം. വേണ്ട, ഫുള്ളായിട്ട് ഉണങ്ങണം കേട്ടോ. അപ്പോൾ അതാ പോത്തുകൾ നിൽക്കുന്നുണ്ട്. പോത്തുകളല്ല കേട്ടോ, പശുക്കളെല്ലാം നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ കുഞ്ഞി പശു കേട്ടോ. അപ്പോൾ അമ്മ പശുവും കുഞ്ഞി പശുവൊക്കെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് പുതിയ ആൾക്കാരെ കണ്ട ഭയങ്കര പേടിയാണ് കേട്ടോ. എന്നെ നിങ്ങൾക്ക് പരിചയമാണെങ്കിൽ കൂടെ ഇനിയും പേടിയാണ് ഇല്ലേ. അപ്പോൾ ഇവരോട് ഒന്ന് നേട്ടായിട്ടാ മെയ്യല്ല, വെള്ളം കുടിക്കട്ടെ. നമുക്ക് പോത്തുകളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പാല് കാണിച്ചു തരാം. പാല് ഇത് അതുപോലെ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാല് ഇതേണ്ട ഇതുപോലെ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ കൊഴുപ്പ് കൂടുന്നതാണ് പറയുന്നത് കേട്ടിട്ടുള്ളൂ. പണ്ട് വീട്ടിൽ പശു ഉള്ളപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. ഇടയ്ക്കാണ് ശിബിര വെള്ളം എടുക്കാൻ പോകണം. അപ്പോൾ ഇതവിടെ തവിടും പെല്ലറ്റൊക്കെ വെള്ളത്തിലിട്ട് റെഡിയാക്കി വെക്കണല്ലേ. ഇപ്പോൾ ഇന്ന് വന്ന ചേക്കാണ്ട പെല്ലറ്റ്. ഇപ്പോൾ ഇത് കലക്കാൻ പോവാണ് കേട്ടോ. പോത്തുകളിനെ അഴിച്ചു വിട്ടു കേട്ടോ. അതാ പോത്തുകൾ അങ്ങോട്ട് പോവുകയാണ്. ഇതിന് മുമ്പ് നമ്മൾ കയറി ഇതിനെ ആട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഇവർ നേരെ പാടത്തെത്തും കേട്ടോ. അപ്പം ഞാൻ എന്താ അവിടെ എത്തിയിരുന്നു. നമുക്ക് വടിയെടുക്കാം. വടിയെടുത്തില്ലെങ്കിൽ നന്നായിട്ട് പോവില്ല. പോടാ, വടിയെടുത്തിട്ടുണ്ട്. ഓ, ഇനി പാടത്തേക്ക് പോകുമെന്ന് വെച്ചിട്ടാണ്. പാടത്തേക്ക് പോയി പണി കിട്ടും നമുക്ക്. ഇവർ നമുക്ക് ആട്ടിയിട്ട് മേലേക്ക് ആക്കാം. ഇവരിപ്പോൾ ഈ പുല്ലാണ്, ഈ പുല്ലല്ലാതെ ഈ ഒരു കണ്ടോ, ഈ ഒരു വെള്ളപ്പൂള്ള ഈ ചെടിയാണ് കേട്ടോ. പശുക്കളായാലും പോത്തുകളായാലും ഇപ്പോൾ തിന്നുന്നത്. കാരണം ഇവർക്ക് പച്ചപ്പ് പറഞ്ഞിട്ട് കിട്ടുന്നത് ഈ സാധനമായതുകൊണ്ട് ഇപ്പോൾ ഇവരിതാ കഴിക്കുന്നത്. അപ്പോൾ ഇവർ മേയട്ടെ. അപ്പോൾ നമ്മുടെ പശുവിനെ നമ്മൾ പുറത്ത് കെട്ടിയിട്ടുണ്ട്. കാരണം ഇന്നൊരു റിസപ്ഷൻ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ നിൽക്കണം. അപ്പോൾ നമുക്ക് പോത്തുകളിനെ അയച്ചു വിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കെട്ടിയിടാം. പശുവിനൊന്നും നമ്മൾ അയച്ച് പുറത്ത് വിടുന്നില്ല കേട്ടോ. അകത്തന്നെ കെട്ടിയിട്ടിട്ട് വൈക്കോലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവന്മാരെ മാത്രം കുറച്ച് നേരം മേയിച്ചിട്ട് കെട്ടിയിടാമെന്ന് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇവന്മാർ ആകെ വെപ്രാളം കൊടുക്കും അഴിച്ചു കിട്ടിയില്ലെങ്കിൽ. ഇന്ന് പശുവിനെ നല്ലോണം പാടത്തൊക്കെ കൊണ്ടുപോയി മേയിച്ച്, അപ്പൂൻ്റെ അച്ഛൻ പാടത്തൊക്കെ കൊണ്ടുവന്ന് മേയിച്ച് കഴുകി കൊണ്ട് കെട്ടിയതാണ് രാവിലെ. അതുകൊണ്ടാട്ടെ വൈകിട്ട് നമ്മൾ കാലാറ ഒന്നും അഴിച്ച് കെട്ടാത്തത് പുറത്ത്. അതിനേക്കാളും നമ്മൾ തൊഴുത്തിൻ്റെ പുറത്ത് തന്നെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൊഴുത്തൊക്കെ ഒന്ന് ഉണങ്ങി വൃത്തിയാകുമ്പോൾ ഒരു ഉള്ളിൽ കെട്ടാലോ എന്ന് വെച്ചിട്ടാണ്. എന്തോ നമ്മളുടെ പോത്തിൻ്റെ ഇവിടെ എന്തോ കടിച്ചിട്ടുണ്ട്. പൊട്ടം കടിച്ചതാണ് തോന്നുന്നു. എന്തോ നടക്കട്ടെ ഉണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ പോകുന്നില്ല. അപ്പോൾ ശിബിരനെയാണെന്ന് കൂടെ വിട്ടിരിക്കുന്നത്. കാരണം പോത്തുകളിനെ അഴിച്ചു വിട്ടത് കൊണ്ട് തന്നെ പോത്തുകളുടെ കൂടെ ആൾ വേണം കേട്ടോ. അപ്പോൾ അതാ പോയി. മിക്കൂസും കൂടെ പോയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പോത്തുകൾ എവിടേക്കെങ്കിലും ഓടിയാലോ എന്ന് വെച്ചിട്ട് ഞാൻ പോയിട്ടില്ല. അപ്പോൾ അവർ പോയി പാല് കൊടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. കുറച്ച് നേരവും കൂടെ കഴിഞ്ഞ് നമ്മൾ പോത്തിനെ അഴിച്ച് തൊഴുത്തേക്ക് കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളവും വൈക്കോലൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് ഒരു വീഡിയോ കഴിഞ്ഞിരിക്കും. ബൈ.